ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി 10 സീറ്റിൻ്റെ മെസ്സിൽ വന്നിരിക്കുകയാണ്. ഡൈനിങ് ഹാൾ അല്ലേ, മെസ്സിൽ ഡൈനിങ് ഹാളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതെന്നൊക്കെയാണ്, ജ്യൂസൊക്കെ ഉണ്ട്. ഇത് പാത്രങ്ങളോട് വെച്ചിട്ടുണ്ട്, സ്പൂണും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. ഫസ്റ്റ് ഐറ്റം ആണ് ഇതന്നെ, മറ്റേ പപ്പായ ഫ്രൂട്ട്സിൻ്റെ കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വാട്ടർ മെലൺ ഉണ്ട്. പിന്നെ ഇത് കടല മുളപ്പിച്ചതാണ്. കടല മുളപ്പിച്ചത് നമ്മുടെ ഇതിൽ കടല മുളപ്പിച്ചത് കടല മുളപ്പിച്ചത്. അതിൻ്റെ അപ്പുറത്ത് ചെറുപയർ മുളപ്പിച്ചുണ്ട്. അങ്ങനെ ഇതൊരു പക്ക ഡയറ്റ് ഫുഡ് പോലെയാണ്. ചെറിയ ബൗളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതന്നാണ് സീരിയൽസ്. ഇതിൻ്റെ അകത്ത് നമ്മളൊന്ന് ഓരോന്നെടുത്ത് അതിൻ്റെ അകത്ത് ഹോട്ട് മിൽക്ക് ഒഴിച്ച് ഇളക്കി കഴിക്കാം. നമുക്ക് പിന്നെ ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ അടുത്തടുത്തേക്ക് വിടുന്നു. ഇവിടെ ഹോട്ട് മിൽക്കിൻ്റെയൊക്കെ ഏരിയയാണ്. ഹോട്ട് മിൽക്ക്, കോൾഡ് മിൽക്കും ഹോട്ട് മിൽക്കും വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്കത് എടുക്കാം. ചില ആൾക്കാർക്ക് ഹോട്ട് കോഫിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതെനിക്ക് തന്നെ ഓട്സാ, നീ ഇതെല്ലാം എടുത്തേ. പിന്നെ ജെയിൻ ഫുഡ് ഉണ്ട്. ജെയിൻ ഫുഡ് ഇത് പൊട്ടാറ്റോ മസാല തേച്ചിട്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ ചട്നിയും ഞാനിത് എടുത്തേ. ഇത് നല്ല അടിപൊളിയാണ്, കുഴപ്പമില്ല സാധനമാണ്. പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് ഇത് മേത്തി പൊറോട്ടയാണ്. മേത്തി ആലു ആണെന്നോ, ആലു മേത്തിയും കൂടെ ഉള്ള ഒരു പൊറോട്ടയാണ്. മേത്തിൻ്റെ തന്നെ ഇംഗ്ലീഷ് അറിയത്തില്ല. പിന്നെ അത് മേത്തിന്ന് തന്നെ അതിൻ്റെ അത് എഴുതിയേക്കുന്നത്. പിന്നെ ഇതാണ് മറ്റേ ഗ്രീൻ പീസ് കറി, പച്ചപ്പട്ടാണിക്കടലേൻ്റെ കറി. പിന്നെ ഇത് പുകേൻ്റെ സാധനങ്ങളുണ്ട്, മിച്ചർ പോലത്തെ സാധനങ്ങൾ. പിന്നെ അപ്പുറത്ത് ഇതാണ് പുക, നമ്മുടെ നാട്ടിലെ അവൽ പോലത്തെ സാധനമാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് ഉപയോഗിക്കുന്ന പുക. അതിൻ്റെ കൂടെ നമ്മുടെ നാരങ്ങേൻ്റെ കഷ്ണമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല ചൂടായിട്ട് അതിൻ്റെ ഇരിക്കുന്നതാണ്. നമുക്കിപ്പോൾ എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അവരിങ്ങനെ തുറന്നു വെച്ചതാണ്. ഇതെല്ലാം ഫുൾ ഡയറ്റ് ഫുഡാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇഡ്ഡലി. നമ്മുടെ നാട്ടിൽ ഇഡ്ഡലി ഇതിങ്ങനെ ചൂടോടെ ഇഡ്ഡലി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ചമ്മന്തി 2 കളറിലുണ്ട്. ചട്നി ടൊമാറ്റോ, ഇത് ടൊമാറ്റോ ചട്നിയാണ്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് വിചാരിച്ച എൻ്റെ ചുവന്ന മുളകിൻ്റെ ചട്നി ആയിരിക്കുന്നു. ഇതാണ് സാമ്പാറല്ല, ഇത് വെള്ളം, സാമ്പാർ വെള്ളം. ഒത്തിരി സാധനങ്ങളുണ്ടെന്നല്ലേ. പിന്നെ ഇതാണ് മറ്റേ പായസമാണ്, പുഡിങ്, സേമിയ, ക്ഷീരിയ. ഞാനത് നല്ല സേമിയ പോലെ ആയിരിക്കുന്നു. നല്ല ടേസ്റ്റുള്ള സാധനം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കോഫിയും ടീൻ്റെയാണ്. അതിൻ്റെ അകത്ത് ഇതെടുത്ത് ഗ്ലാസ് എടുത്തിട്ട് കോഫിയും ടീയും നമുക്ക് എവിടെ നിന്ന് കുടിക്കാം. ഇതാണ് ഇവിടെ 10 സിറ്റിയിലെ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളാണ്. വലിയ ഡൈനിങ് ഹാളാണ്, ബുഫേ സിസ്റ്റമാണ്. കുറേ പേര് ഇങ്ങനെ കഴിക്കാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ ആ സമയത്ത് 7 മണി മുതൽ 9:30 വരെ സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജ്യൂസ് കുടിച്ചാലോന്ന്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ജ്യൂസ് കുടിക്കാൻ പോവുകയാണ്. അപ്പുറത്തെ കലക്കിയതും ഇപ്പുറത്ത് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ എടുക്കുന്നത്, ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ളത് ജ്യൂസ്. അപ്പുറത്ത് ടാൻ കലക്കിയത്. നീ ടാൻ കലക്കിയതാ? എനിക്കത് മതിയാ? നീ ടാൻ കലക്കി കുടിച്ചാൽ, ടാൻ കലക്കി നമ്മൾ സാധാരണ കുടിക്കുന്നതല്ലേ. അങ്ങനെ നമ്മൾ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കളർഫുൾ ആണ്. ഇതാണ് ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അതിൽ നാരങ്ങ മാത്രം വലിയ കാണാൻ പറ്റുന്നുണ്ട്. പുകയും പിന്നെ മേത്തി പൊറോട്ടയും പിന്നെ നമ്മുടെ ജെയിൻ ഫുഡും. ഞാൻ പിന്നെ ഓട്സും ലിച്ചി ഷീര എടുത്തിട്ടുണ്ട്. ഓട്സ് തന്നെ പറ്റിച്ചു. അതിൻ്റെ അകത്ത് മധുരമില്ല, ഓട്സിന് മധുരമില്ല. ഇത് മുഴുവൻ ഡയറ്റ് ഫുഡാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഫ്രൈ ഉള്ള അങ്ങനത്തെ സംഭവം ഒന്നും കിട്ടൂല. പിന്നെ ഇഡ്ഡലി മാത്രം സ്റ്റീം ചെയ്തു. ഞാനിത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടത്. എന്നിട്ട് രാവിലെ തന്നെ നമ്മളിപ്പോൾ വഡോദരയ്ക്ക് പോവാണ്. ഇപ്പോൾ സമയം 8:45. ഞാൻ ജ്യൂസ് കുടിക്കട്ടെ. ചേട്ടായി ഡയറ്റ് ആയിരുന്നാലേ നിങ്ങൾ വിചാരിക്കുള്ളൂ. ക്യാരറ്റും ബീട്രൂട്ടും നമ്മൾ ഹെൽത്തി ആയിരിക്കണം. എപ്പോഴും നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കും.
അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിങ്ങനത്തെ കഴിക്കുന്നത്. അല്ലാതെ ഇതേപോലെ ടാങ്ക് കലക്കിയൊന്നും നമുക്ക് താല്പര്യമില്ല. നമ്മൾ നാച്ചുറൽ ടാങ്ക് അല്ല, നല്ല ടേസ്റ്റാ. വേണേ ഒരു ഇച്ചിരി എടുത്ത് നോക്ക്, ഒരു സിപ്പ് എടുത്തോ. ഇത് മറ്റേ ബീട്രൂട്ടിന്റെ ചുവയാ. നല്ലതല്ലേ? എനിക്ക് ഒരു കുറെ നാൾ എനിക്കിത് കലക്കി തന്നതാ ചേട്ടായിയെ, അതുകൊണ്ട് എനിക്കിത് വേണ്ട. ബ്ലഡ് ഡൗൺ ആണ്, നല്ല രാവിലെ ഒരു പ്രത്യേക ഒരു ഉന്മേഷം കിട്ടും. കുടിച്ചോയേ, എന്നാ ഞങ്ങൾ കുടിച്ചിട്ട് പിന്നെ കാണാം. അങ്ങനെ നമ്മൾ ടെന്റ് സിറ്റിയിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിസപ്ഷനിൽ വന്നിട്ടാണുള്ളത്. അവരോട് ബൈ പറയാൻ സമയമായി. അങ്ങനെ ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ടൈമാണ്. അവർ മുഴുവൻ ചെക്ക് ചെയ്യുമെന്ന് പറയും. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ബൈ പറയുള്ളൂ. പിന്നെ ഇത് അതിൻ്റെ ഗുജറാത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടുണ്ട്, എസ്പെഷ്യലി സ്റ്റാച്യു ഓഫ് യൂണിറ്റിനെ കുറിച്ച്. അങ്ങനെ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ ടെന്റ് സിറ്റിയോട് വിട പറഞ്ഞ് നമ്മൾ നേരെ ടെന്റ് സിറ്റീൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് നമ്മൾ അന്ന് കാണിച്ചു തന്ന റിസപ്ഷൻ ഏരിയ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. നമുക്ക് വേണ്ടി ഡ്രൈവർ അവിടെ വെയിറ്റിംഗ് ആണ്. പുള്ളിക്കാരൻ ഇപ്പോൾ എടുത്തിട്ട് വരാമെന്നാണ് അവൻ്റെ വണ്ടി. പുള്ളി ഇപ്പം വണ്ടിയും കൊണ്ട് വരും. പിന്നെ നമ്മൾ അതിൽ കയറി നേരെ എങ്ങോട്ട് പോകുന്നത്? വഡോദരയ്ക്ക് നമ്മൾ പോകുന്നു. രാവിലെ തന്നെ എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ട് കാറെല്ലാം വന്നിട്ട് ഇവിടെ പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാറും വരുന്നത് നോക്കി നമ്മളിവിടെ നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ കാറിൽ കയറി വഡോദരയ്ക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ 2ാമത്തെ ദിവസത്തെ ട്രിപ്പ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ ഇന്നലെ താമസിച്ചത്. നമ്മളിങ്ങനെ മേലെ വന്നപ്പോൾ ഉള്ള അതിൻ്റെ ഓവർ വ്യൂ ആണ്. അവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഓവറോൾ നർമ്മദ ടെന്റ് സിറ്റി 2-ൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച. ഇതാണ് നമ്മുടെ മോർണിംഗ് വൈബ്. സൂപ്പർ. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു, ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവിടുന്ന് താഴേക്ക് ഒഴുകുമ്പോൾ ഒരു പ്രത്യേകിച്ചില്ല. ഒരേ പോയല്ലോ ഇപ്പൊ സൈഡ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. അവിടെ ഡാം പോലെ ഇവിടെ ഡാം പോലെ കെട്ടിക്കിടക്കും. ഇവിടെ വ്യൂ. നമ്മൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിന് മുമ്പിലാണ്. ഇവിടെ ഗുജറാത്ത് ഗ്യാസിൻ്റെ CNG ഉണ്ട്, അതുപോലെ തന്നെ പെട്രോൾ പമ്പുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലത്തും CNG അവൈലബിൾ ആണ്. മിക്ക വണ്ടിയും CNGയും പെട്രോളും ഉപയോഗിക്കുന്ന വണ്ടികളാണ്. CNGക്ക് ഇവിടെ 73 രൂപയും പെട്രോളിന് 106 രൂപയും. പെട്രോളിന് CNG ഇവിടെ 76 രൂപയും പെട്രോളിന് 96 രൂപയും. നമ്മുടെ നാട്ടിൽ 106 രൂപ, എത്ര 90 പൈസ, 109 രൂപ 60 പൈസ. ഇവിടെ 96 രൂപ. കാലേജ് വേണം. മറ്റേ ഗുജറാത്തിനെ കുറിച്ച് ഓരോരുത്തർ കുറ്റം പറയുന്നുണ്ടല്ലോ. ഇവിടെ 96 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ കിട്ടും. 96 രൂപ. CNG 76 രൂപയ്ക്ക്. പിന്നെ പോരെ, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ഒരു കുറച്ചുകൊണ്ടാണ് ഇത്ര ചെറിയ പൈസ കിട്ടാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിൽ മാക്സിമം കൂട്ടുമല്ലേ. ഗുജറാത്ത് ഗ്യാസ് എന്ന് പറഞ്ഞത് അത് CNGക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് CNG ഉണ്ട്. അപ്പുറത്തെ പമ്പ്, അപ്പുറത്തെ ഇന്ത്യൻ ഓയിലിന്റെ പമ്പ്. ഇന്ത്യൻ ഓയിലിന്റെ അവിടെ എഴുതിക്കുന്നത് 96 രൂപ. എന്ത് വ്യത്യാസമല്ലേ. മധ്യപ്രദേശ് നമുക്ക് അവിടെ 109 രൂപ 60 പൈസ. അവിടെ റിലയൻസിന്റെ പമ്പിന് 111 രൂപയാണ്. ഇപ്പോൾ അത് കുറഞ്ഞ 109 രൂപ. ആലോചിച്ച് നോക്കി. എല്ലാം ഒരു രാജ്യം നോക്കണം. പല സ്ഥലത്തും പെട്രോളിന് വില വ്യത്യാസം. ഇവിടെ എന്തായാലും 96 രൂപയ്ക്ക് പെട്രോളും അതുപോലെ 76 രൂപയ്ക്ക് CNG നടക്കും. നമ്മളെ വണ്ടി ഇങ്ങനെ ഇവിടെ വന്ന് ഇവിടുന്ന് ഗുജറാത്തിൽ കയറി കഴിഞ്ഞാൽ നല്ല ഫുൾ ടാങ്ക് അടിക്കാം. അത് നല്ല കാര്യം. പിന്നെ വികസനമൊക്കെ നല്ല അടിപൊളി വികസനം ഇവിടെയൊക്കെ. അത് പറയാൻ വയ്ക്കാൻ പറ്റില്ല.
ഇവിടെ നർമ്മദ സിറ്റി പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി മൊത്തം അടിപൊളിയാക്കുന്നുണ്ട്. അത് മുഴുവൻ ഒരു കാട് പോലെ കാണുന്ന സ്ഥലം, മലകൾ മാത്രമാണ് സ്ഥലം മൊത്തം ഡെവലപ്പ് അവർ ചെയ്തു. വലിയ കാര്യം. നമ്മൾ യാത്ര തുടങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. വിചാരിക്കാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പല്ല ഗ്യാസിൻ്റെ പമ്പിൽ നിന്ന് ഗ്യാസൊക്കെ അടിച്ച് നമ്മൾ വഡോദര സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കാണുന്ന വഡോദര സിറ്റി അല്ലെങ്കിൽ ബറോഡ സിറ്റി. ഈ രണ്ട് സൈഡിലും കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് മരങ്ങളൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും മരങ്ങളുമുണ്ട്. അതുകൊണ്ട് എയർ പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. പൊല്യൂഷൻ വളരെ കുറവാണ് സിറ്റിയിൽ. നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.